ഹായ് എവരി വൺ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം 9ാം ക്ലാസ്സിലെ മാത്സിലെ പ്രിസംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. പ്രിസം ദാറ്റ് ഈസ് സ്തംഭങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ, മലയാളത്തിൽ പറഞ്ഞാൽ സ്തംഭങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൻ്റെ റിവിഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് ആ ചാപ്റ്ററിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസ് ഒന്ന് പരിചയപ്പെടാമെന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം. ഞാൻ ആ ചാപ്റ്ററിൽ പഠിക്കുന്ന ഇക്വേഷൻസിന് മുമ്പ് ആ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് കൂടി ഞാൻ ആദ്യം തുടക്കത്തിൽ പറയുന്നുണ്ട്. സോ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ചില ഷേപ്പുകളുടെ ഏരിയ. ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് സ്ക്വയറിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. സൈഡ് എ ആണെങ്കിൽ ഏരിയ A=A² ആണ്. ഇതറിയാത്ത മക്കളാരും ഉണ്ടാവില്ല. ഇനി അറിയില്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ, A² ആണ്. ഇനി അടുത്തത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ദാറ്റ് ഈസ് സമഭുജ ത്രികോണം. സമഭുജ ത്രികോണത്തിൻ്റെ സൈഡ് ഇപ്പോൾ ഞാൻ എ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് പരപ്പളവ് √3/4A² ആണ്. ഇത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഇനി അടുത്തത്, നമുക്ക് സാധാരണ നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് ബേസ് ബിയും ഹൈറ്റ് എച്ചും ആണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഏരിയ A=12BH ആണ്. ഇനി അതല്ലാതെ ത്രികോണം, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു ത്രികോണം തന്നു. ഈ ത്രികോണത്തിൻ്റെ 3 സൈഡ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എ, ഒരു സൈഡ് ബി, ഒരു സൈഡ് സി. ഇങ്ങനെ 3 സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഏരിയ കാണാം എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഞാൻ ഇത് മുകളിലേക്കൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. സൈഡ് എ, ബി, സി ഇങ്ങനെയാണെങ്കിൽ ഹെറോൺസ് ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്: √(s × s - a × s - b × s - c). ഈ S - സിയും അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. അത് താഴെ വരുന്നതെന്നല്ല, അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതിയാണ്. സോ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. ഇനി ഇതിലെന്താണ് എസ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഇപ്പോൾ അറിയുന്നുണ്ടാവില്ല. എസ് എന്ന് പറഞ്ഞാൽ ചുറ്റളവിൻ്റെ പകുതി. ചുറ്റളവ് മീൻസ് പെരിമീറ്ററിൻ്റെ പകുതി. നമുക്കറിയാലോ, പെരിമീറ്റർ അഥവാ ചുറ്റളവ് നമുക്ക് കിട്ടുക എങ്ങനെയാണ്? 3 സൈഡും കൂട്ടണം അല്ലേ? A+B+C, ഇതാണ് ചുറ്റളവ്. അപ്പോൾ എന്താണ് എസ് എന്ന് പറയുന്നത്? പെരിമീറ്ററിൻ്റെ പകുതി അല്ലേ? അതായത് പെരിമീറ്ററിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ചുറ്റളവിൻ്റെ പകുതി. A+B+C/2, അതാണ് എസ് വരുന്നുണ്ടാവുക. ക്ലിയർ? ഓക്കെ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സമഷഡ്ഭുജത്തിൻ്റെ, അതായത് റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഒരുവിധം എല്ലാ മക്കൾക്കും ഈ ഇക്വേഷനൊക്കെ അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും കേൾക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ അറിയാത്ത മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ സമഷഡ്ഭുജം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6 വശങ്ങളും തുല്യമായിട്ടുള്ള പോളിഗൺ അഥവാ ബഹുഭുജങ്ങളെയാണ് നമ്മൾ സമഷഡ്ഭുജം എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ വശം കൊടുത്തിട്ടുള്ളത് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സമഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് 6 × √3/4A² ആണ്. ഇതെങ്ങനെ കിട്ടുന്നത്? ഇതിൽ ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷനാണ് അല്ലേ? അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് ഞാൻ ഈ റൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയപ്പോൾ ഇതിൽ വന്നത്? നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു സമഷഡ്ഭുജത്തിന് നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഓരോ ഭാഗത്തേക്കും ഇങ്ങനെ ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് എത്ര ട്രയാങ്കിൾസാണ് നമുക്ക് കിട്ടുക? മൊത്തത്തിൽ 6 ട്രയാങ്കിൾസ് കിട്ടും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കിട്ടുന്ന ട്രയാങ്കിൾസ് ഒക്കെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആയിരിക്കും. സോ ഇവിടെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസാണ് കിട്ടുന്നത്. സോ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം √3/4A² ആണ്. അങ്ങനെയാണെങ്കിൽ 6 സമഭുജ ത്രികോണങ്ങളുടെ പരപ്പളവ് എന്തായിരിക്കും? 6 × √3/4A². സോ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ക്ലിയർ? സോ ഇത്രയും ഇക്വേഷൻസ് നമ്മൾ നോക്കിയല്ലോ. സോ ഈ ഒരു ഇക്വേഷൻ കൂടി ഓർത്ത് വെക്കുക. ഇത് പാരലലോഗ്രാമാണ്. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അറിയുന്നുണ്ടാവും എന്താണെന്നുള്ളത്. അതായത് സാമാന്തരികമാണ്. ഇപ്പോൾ ഞാൻ ഈ വരച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് സാമാന്തരികമായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും ഇത് സാമാന്തരികമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇതിൻ്റെ ബേസ് ഞാൻ ബി എന്നും ഹൈറ്റ് ഞാൻ എച്ച് എന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സാമാന്തരികത്തിന് ദാറ്റ് ഈസ് ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ BH ആണെന്ന് നമുക്കറിയാം. സോ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ. ഇനിയിപ്പോൾ ഒരു സാധാ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണേണ്ടത് നിങ്ങൾക്കറിയാലോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതും നിങ്ങൾക്കറിയുന്ന കാര്യമാണ്.
സോ ഇത്രയും ഇക്വേഷൻസ് നമ്മളിതിന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസാണ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. സോ ഇനി ബേസിക്കായിട്ട് പ്രിസം എന്താണ് എന്നറിയാത്ത മക്കളൊന്ന് ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ സ്തംഭം എന്താണെന്ന് അറിയാത്ത ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചോ. ഇപ്പം ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ രൂപം കണ്ടങ്ങൾ ഇതൊരു പ്രിസമാണ്. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടുള്ളത് കറക്റ്റ് സ്ട്രേറ്റ് ലൈൻ ഉപയോഗിച്ചിട്ടൊന്നല്ല വരച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് അറിയാലോ. ഒരു 3D ഷേപ്പാണ് ഈ പ്രിസം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഒരു പ്രിസത്തിനുള്ള പ്രത്യേകത? പ്രിസത്തിൻ്റെ പ്രത്യേകത, അപ്പം ഞാൻ ഈ വരച്ചിട്ടുള്ളത് ഇതൊരു സ്ക്വയർ പ്രിസമാണ്. സ്ക്വയർ പ്രിസം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു പ്രിസത്തിന് പേര് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ വരച്ചിട്ടുള്ളൊരു സ്ക്വയർ പ്രിസമാണ്, ദാറ്റ് ഈസ് ഒരു സമചതുര സ്തംഭമാണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രിസത്തിന് ഈ ഒരു പേര് വരാൻ, ദാറ്റ് ഈസ് സ്ക്വയർ പ്രിസം അല്ലെങ്കിൽ സമചതുര സ്തംഭം എന്ന് പേര് വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുക, ഇയാളെ കണ്ടങ്ങൾ, അതുപോലെ തന്നെ ഈ മുകളിലുള്ള ആളെ കണ്ടോ, ഇത് രണ്ടും ഒരേ ആളുകളാണ്. അതായത് ഈ താഴത്ത് വന്നിട്ടുള്ള അതേ ആളാണ് ഈ മുകളിലുള്ളത്. ഓക്കെ, ഈ രണ്ട് ഷേപ്പും സ്ക്വയറാണ് ഇവിടെ. ഓക്കെ, സ്ക്വയർ. അതുകൊണ്ട് നമ്മളിതിനെ സ്ക്വയർ പ്രിസം എന്നാണ് വിളിക്കുക. ഇനി സപ്പോസ് ഇവിടെ ഈ സ്ക്വയറിന് പകരം ഒരു ട്രയാങ്കിളാണ് വന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ട്രയാങ്കുലർ പ്രിസം, അതായത് ത്രികോണ സ്തംഭം എന്ന് പറയും. അതായത് ഈ സമചതുരത്തിന് പകരം ഒരു ത്രികോണമാണ് ഈ മുകളിലും താഴെയും വന്നതെങ്കിൽ ത്രികോണ സ്തംഭം എന്നാണ് പറയാം. ഇനി ഇപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഈ ഒരു, ഇപ്പോൾ നിങ്ങൾ സപ്പോസ് ഞാൻ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ നിർത്തുകയാണെന്ന് കരുതുക. ഇവിടെ ഉള്ളിൽ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ മുകളും താഴ് ഭാഗം അല്ലാതെ ബാക്കി എത്ര സൈഡുകൾ കാണും? 4 സൈഡല്ലേ കാണുക അല്ലേ? ഇപ്പോൾ നമ്മൾ റൂമിൻ്റെ ഉള്ളിലൊക്കെ കയറിയാലുള്ള ഒരു അവസ്ഥ ആലോചിച്ചാൽ മതി അല്ലേ? 4 ഭാഗങ്ങളല്ലേ ഉള്ളത്, 4 ചുമര കാണാം. ഇതുപോലെ 4 ഭാഗങ്ങൾ കാണാം. ഇനി ആ ഭാഗങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അത് ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ഇത് റെക്റ്റാങ്കിളാണ്, ഇത് റെക്റ്റാങ്കിളാണ്, ഇങ്ങനെ 4 ഭാഗങ്ങളും റെക്റ്റാങ്കിളാണ്, ദാറ്റ് ഈസ് ചതുരങ്ങളാണ് അല്ലേ? അപ്പോൾ ഒരു പ്രിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രിസം എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം, മുകളിലും താഴത്തും ഒരു പോളിഗണൽ ഷേപ്പ് ഉണ്ടാവുക. പോളിഗണൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബഹുഭുജ രൂപമാണ് ഉണ്ടാവുക. അതിങ്ങനെ പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമുക്കറിയില്ലേ ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ പഞ്ചഭുജം, ഷഡ്ഭുജം, ഇങ്ങനെയുള്ള രൂപങ്ങളുണ്ടല്ലോ, ഇതിനെയാണല്ലോ നമ്മൾ ബഹുഭുജം എന്ന് പറയാം. ദാറ്റ് ഈസ് ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഇതിനെയാണല്ലോ നമ്മൾ പോളിഗൺ എന്ന് പറയാം. ഈ പോളിഗണൽ ഷേപ്പ് ആയിരിക്കും ഈ മുകളിലും താഴത്തും വന്നിട്ടുണ്ടാവുക. പിന്നെ ഒരു കാര്യം, ഇവിടെ വന്നിട്ടുള്ള ഈ താഴത്ത് വന്നിട്ടുള്ള അതേ ആൾ തന്നെയായിരിക്കും മുകളിലും വരിക. ഓക്കെ, ഇനി ഈ സൈഡിലുള്ള ബാക്കിയുള്ള ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഇതെപ്പോഴും റെക്റ്റാങ്കിൾസ് ആയിരിക്കും. ഇത്ര പ്രത്യേകതയാണ് പ്രിസത്തിനുള്ളത്. അപ്പോൾ എന്താണ് ഒരു പ്രിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര പറഞ്ഞാൽ മതി. താഴത്തും മുകളിലും ഒരേ ആളുകൾ വരും, ബാക്കിയുള്ള സൈഡുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ അത് റെക്റ്റാങ്കിൾസ് ആയിരിക്കും. ക്ലിയർ? ഇതാണ് പ്രിസം എന്ന് പറഞ്ഞാൽ. ഇനി കുറച്ചും കൂടി നല്ല രീതിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. സാധാരണ നമുക്കറിയുന്ന പോളിഗണൽ ഷേപ്പ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, ഇതൊക്കെയാണല്ലോ. ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നമുക്കറിയാലോ. ഇതിനെ ഞാൻ പിടിച്ചിട്ട് ഒന്നിങ്ങനെ വലിക്കുകയാണ് കരുതുക. ഒന്നിലെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ മുമ്പിലോട്ട് സ്ട്രെച്ച് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ ഒരു രൂപം കിട്ടൂലേ? ഇപ്പോൾ നോക്കുക, ഇനി ഈ സ്ക്വയറിനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ കിട്ടുന്ന രൂപമല്ലേ ഇത് അല്ലേ? ഇത് ഇതേപോലെ പെൻറ്റഗണെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അത് കിട്ടുന്നത് പെൻറ്റഗണൽ പ്രിസം ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു രൂപങ്ങളെയാണ് നമ്മൾ പ്രിസംസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രിസത്തിന് ഉണ്ടാകുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ മുകളിലും താഴത്തും ഒരേപോലെയുള്ള ആളുകളാണ് വരിക. ഈ ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്നത് പ്രിസത്തിൻ്റെ ബേസ് എന്നാണ് പറയുക. അപ്പോൾ ഒരു പ്രിസത്തിന് എത്ര ബേസ് ഉണ്ടാവും? 2 ബേസ് ഉണ്ടാവും. ഓക്കെ, 2 ബേസ് ഉണ്ടാവും ഒരു പ്രിസത്തിന്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ, ഈ ബാക്കിയുള്ള ഫേസസിനെ നമ്മൾ വിളിക്കുക ലാറ്ററൽ ഫേസസ്. അപ്പോൾ ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ സ്ക്വയർ പ്രിസം എടുക്കുകയാണെങ്കിൽ ഇതിന് എത്ര ലാറ്ററൽ ഫേസ് ഉണ്ടാവും? നിങ്ങൾ ഉള്ളിൽ കയറി നോക്കുന്ന സമയത്ത് എത്ര ഭാഗങ്ങളാണ് കാണുക? മുകളും താഴെയും അല്ലാതെ 4 എണ്ണം. ഇപ്പോൾ ഒരു ട്രയാങ്കുലർ പ്രിസം ഇപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു സ്ക്വയറിനെ പിടിച്ചിട്ട് ഞാനിങ്ങനെ വലിച്ച് നീട്ടിയപ്പോൾ ഈ രൂപം കിട്ടി. ഇനി ഈ ട്രയാങ്കിളിനെ പിടിച്ചിട്ട് ഇങ്ങനെ മുമ്പോട്ട് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന രൂപം നിങ്ങളെ മൈൻഡിൽ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് എത്ര ലാറ്ററൽ ഫേസ് ഉണ്ടാവും? 3 അല്ലേ? 3 ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി പെൻറ്റഗൺ ആണെങ്കിൽ എത്ര ലാറ്ററൽ ഫേസ് ഉണ്ടാവും? അവിടെ 5. അപ്പോൾ എന്താണ് ലാറ്ററൽ ഫേസ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. എന്താണ് ലാറ്ററൽ ഫേസ്, എന്താണ് ബേസ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്. നമുക്കിപ്പോൾ എന്താണ് പ്രിസം എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടാവും.
ഇനി എങ്ങനെയാണ് ഒരു പ്രിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇക്വേഷൻസാണ് ഞാൻ പ്രധാനപ്പെട്ടുള്ള ഇക്വേഷൻസാണ് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് വോളിയം കാണുന്നത്? വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വോളിയം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, ഓർത്ത് വെച്ചോ. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ഇതാണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബേസ് വരുന്നത്, ഇപ്പോൾ ഇതൊരു സ്ക്വയർ പീസാണ് നമ്മൾ പറഞ്ഞു, ബേസ് സ്ക്വയർ ആണ് അല്ലേ, സ്ക്വയർ. അപ്പോൾ ഇവിടെ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ഈ സ്ക്വയറിൻ്റെ ഏരിയ ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയറിൻ്റെ സൈഡ് എ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ നമുക്കറിയാം എ സ്ക്വയർ ആണ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് എന്താണ് ബേസ് ഏരിയയുടെ ബേസ് എഡ്ജ് എന്താണെന്ന് തരും, അതുപോലെ തന്നെ ഹൈറ്റ് എന്താണെന്നും തരും. സോ നമുക്കത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ പ്രിസത്തിൻ്റെ വോളിയം കിട്ടും. ക്ലിയർ? അപ്പോൾ ഒരു പ്രിസത്തിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷനാണ് ഇപ്പോൾ തന്നത്. അപ്പോൾ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, എപ്പോഴും സ്ക്വയർ പ്രിസം മാത്രമല്ല ഉണ്ടാവുക. ഇപ്പോൾ ട്രയാങ്കിൾ വന്നാൽ ട്രയാങ്കുലർ പ്രിസമായി അല്ലേ, പെൻറ്റഗൺ വന്നാൽ പെൻറ്റഗണൽ പ്രിസായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രിസങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമ്മൾ ബേസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ മാറിക്കൊണ്ടിരിക്കും. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു വീഡിയോയുടെ ആദ്യം കുറേ ഷേപ്പുകളുടെ ഏരിയ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചത്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം. അടുത്തതാണ് ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഓർത്ത് വെച്ചോ. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ മാറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. വോളിയം ആണെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ ആകുമ്പോൾ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, അത് മാറിപ്പോകരുത്. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്താണെന്നുള്ളത് ഒന്നുകൂടി വ്യക്തമായിട്ട് നോക്കാം. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ടോട്ടൽ സർഫസ് ഏരിയ എന്താണെന്നുള്ളതാണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എപ്പോഴും ടോട്ടലാണ്. ടോട്ടൽ എന്ന് പറയുമ്പോൾ അത് മുഴുവൻ ഉൾപ്പെടും അല്ലേ. ഇപ്പോൾ നമ്മൾ കാണിച്ച ആ ഒരു പ്രിസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു പ്രിസത്തിന് എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത്? ലാറ്ററൽ ഫേസസും ഉണ്ട്, ബേസും ഉണ്ട് അല്ലേ. രണ്ട് ബേസും ഉണ്ട്, പിന്നെ ലാറ്ററൽ ഫേസസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പാടെ ആകെയുള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ ആകെയുള്ള പരപ്പളവിനെയാണ് നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ. മലയാളത്തിൽ ഉപരിതല പരപ്പളവ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത് കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കൂട്ടേണ്ടി വരും? ബേസ് ഏരിയ കൂട്ടേണ്ടി വരും, അതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ. ഇത് രണ്ടും പാടെ കൂട്ടുന്ന സമയത്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അതായത് പാദപരപ്പളവും പാർശ്വതല പരപ്പളവും കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ സർഫസ് ഏരിയ, ദാറ്റ് ഈസ് ഉപരിതല പരപ്പളവ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ബേസ് ഏരിയ കൂട്ടുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബേസ് ഏരിയ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും രണ്ട് ബേസ് ഉണ്ടാവും അവിടെ. ഓക്കെ, രണ്ട് ബേസില്ല, അപ്പോൾ രണ്ട് ബേസിൻ്റെയും ഏരിയ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അത് മറക്കരുത്. ക്ലിയർ? അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ വരുന്ന ഒരാളാണ് നമ്മുടെ സിലിണ്ടർ, ദാറ്റ് ഈസ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വൃത്തസ്തംഭം. വൃത്തസ്തംഭം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് അതിനും നമുക്ക് ഇത്തരത്തിലൊരു ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഇതേ ഇക്വേഷൻസ് തന്നെയാണ്. വൃത്തസ്തംഭത്തിൻ്റെ കേസിൽ എങ്ങനെ ആ ഇക്വേഷൻസ് വരും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ രൂപം കണ്ടോ നിങ്ങൾ? ഈ രൂപത്തിൽ വരുന്ന ആളെയാണ് നമ്മൾ വൃത്തസ്തംഭം എന്ന് പറയുന്നത്. അതായത് പാദമുഖങ്ങൾ ഇവിടെ എന്തായിരിക്കും? വൃത്തമായിരിക്കും. ഇനി ബാക്കിയുള്ള സ്തംഭത്തിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നേരത്തെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ലാറ്ററൽ ഫേസസ് റെക്റ്റാങ്കിൾസ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഒരു കർവ്ഡ് സർഫസാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു വക്രതലമാണ് അല്ലേ. വക്രതലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ റൗണ്ട് ഷേപ്പായിട്ടുള്ള ഷീറ്റൊക്കെ ഇങ്ങനെ മടക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു ഭാഗമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് റൗണ്ട് ഷേപ്പായിരിക്കും, 3 dimension ആണ്, അത് ശ്രദ്ധിക്കണം. സോ നമുക്ക് ഇവിടെ എന്താണ് പിന്നെ വോളിയം വരുന്നത്, അതുപോലെ തന്നെ ബേസ് ഏരിയ എന്താണ്, അതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്, ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ഈ ഒരു തന്നിട്ടുള്ള പ്രിസത്തിൻ്റെ ബേസിൻ്റെ റേഡിയസ് ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. സ്മോൾ ലെറ്റർ R ആണ്. നമ്മുടെ ഈ ഒരു പ്രിസത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും രണ്ട് ബേസുകൾക്കിടയിലുള്ള ആ ഒരു അകലം, ഡിസ്റ്റൻസ്, അതിനെയാണ് ഹൈറ്റ് എന്ന് പറയുക. സോ അത് ഞാൻ തന്നിട്ടുണ്ട് H ആണ്. സോ നമുക്ക് എന്തൊക്കെയാണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ, അതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സോ നോക്കാം,
വോളിയം കാണാനുള്ള ഇക്വേഷൻ മുമ്പ് ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. വോളിയം കാണാനുള്ള ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ബേസ് എന്ന് പറയുന്നത് സർക്കിളാണ് അല്ലേ. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് ഞാൻ തന്നിട്ടുണ്ട്, സ്മോൾ ലെറ്റർ R ആണ്. നിങ്ങൾക്കറിയാലോ ഒരു സർക്കിളിൻ്റെ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അല്ലേ, സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം πr² അല്ലേ, πr². ഇവിടെ റേഡിയസ് R തന്നെയാണ്, സോ πr² ഇൻറ്റു ഹൈറ്റ് എന്താ h, സോ πr² ആണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഒരു വൃത്തസ്തംഭത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ മറക്കണ്ട, πr². ക്ലിയർ. ഇനി എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ നോക്കാം. നമുക്കറിയാം ലാറ്ററൽ സർഫസ് ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. ഇവിടെ ബേസ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ, എന്താ സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2πr ആണ്, 2πrh അല്ലേ. അപ്പോൾ 2πr ഇൻറ്റു ഹൈറ്റ് ദാറ്റ് ഈസ് h. ഇത്രയും ഓക്കെ ആണല്ലോ. അടുത്തത് ടോട്ടൽ സർഫസ് ഏരിയ ആണ് അല്ലേ. ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ ആണ് അല്ലേ, ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പോൾ എന്താ വരിക ഒന്ന് പറഞ്ഞേ. ഇവിടെ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ സർക്കിളാണല്ലോ ബേസിൽ വരുന്നത് അല്ലേ, സർക്കിളാണ് ബേസിൽ വരുന്നത്, ഇങ്ങനെയാണല്ലോ. സോ നമുക്കറിയാം സർക്കിളിൻ്റെ റേഡിയസ് R ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ πr² ആണ് ബേസ് ഏരിയ വരിക അല്ലേ, ബേസ് ഏരിയ πr² ആണ് വരിക. ലാറ്ററൽ സർഫസ് ഏരിയയും പാടെ കൂട്ടണം അല്ലേ. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ബേസ് ഉള്ളൂ അല്ല, 2 ബേസ് ഉണ്ട്. സോ 2πr² അല്ലേ, രണ്ടാമതും കൂട്ടണം നമ്മൾ. 2πr² പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ നമ്മൾ മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് 2πrh. സോ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 2πr² പ്ലസ് 2πrh. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രീവിയസ് ഇയറിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.